പ്രിയമുള്ളവരെ, നിങ്ങളെ ഏവരെയും റേഡിയോ നിഷാദനിലേക്ക് വീണ്ടും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അജ്ഞാതനായ ചങ്ങാതിയുടെ കുറിപ്പിന് ശബ്ദാവിഷ്കാരം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. അജബൻ അജബ, അജബൻ അജബ, ബിലാലെ അത്ഭുതം അത്ഭുതം, എനിക്ക് ഇന്നലെ രാത്രി സ്വർഗം കാണിക്കപ്പെട്ടു. എന്താണ് ഞാൻ കണ്ടതെന്നറിയുമോ? നിങ്ങളുണ്ട്, എന്റെ മുന്നിലായി ഓടുന്നു. നിങ്ങളെ എനിക്ക് കാണാനേ കഴിയുന്നില്ല. പക്ഷേ ആ ചെരുപ്പടി ശബ്ദം മാത്രം കേൾക്കാം. ഇതിനു മാത്രം എന്താണ് ബിലാലെ നിങ്ങൾ ഈ ദീനിനു വേണ്ടി ചെയ്തത്? സയ്യിദിന ബിലാലിനോട് മുത്തുനബിയുടെ വാക്കുകളാണ്. ഇത് മതി ഒരാൾക്ക് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിന്റെ സ്വരമാധുരിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം മൂർച്ഛിച്ച നാളിൽ സുബഹി നമസ്കാരത്തിന് വേണ്ടി വന്ന് വിളിച്ച ബിലാലിനോട് ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കണമെന്ന് അബൂബക്കറിനോട് പറയൂ എന്ന് കൽപ്പിക്കുകയാണ് ഹബീബ്. രോഗത്തിന്റെ ഗൗരവം മനസ്സിലായ ബിലാൽ തലയിൽ കൈവച്ച് പൊട്ടിക്കരഞ്ഞു പുറത്തേക്കോടി. എന്റെ സങ്കടമേ, എന്റെ മാതാവ് എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് ആർത്തു വിളിക്കുകയാണ് ബിലാൽ. അതേ ദിവസം തന്നെ ഹബീബ് വഫാത്തായി. ഹബീബിന്റെ തിരുദേഹം സഹാബികൾ അടക്കം ചെയ്തു. പിന്നെയോ ബിലാലിന് എല്ലാം നഷ്ടപ്പെട്ട പോലെ, ബിലാലിന്റെ ആനന്ദം മുഴുവൻ ചോർന്നുപോയതുപോലെ ബിലാലിന്റെ മദീന പിന്നെ വിജനമായിരുന്നു, ശൂന്യത. അത് ബിലാലിനെ എങ്ങോട്ടെങ്കിലും പോകാൻ പ്രേരിപ്പിച്ചു. ഈ ഭയാനകതയിൽ നിന്ന് മുക്തി നേടാൻ സയ്യിദുന ബിലാൽ ഷാമിന്റെ ഭാഗത്തേക്ക് നീങ്ങി. മദീനയോട് വിട, തന്നെ താനാക്കിയ പ്രവാചക നഗരമേ വിട. ഇനിയുള്ള നാളുകൾ ഷാമിന്റെ മണ്ണിൽ. കാലചക്രം കറങ്ങിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ വീണ്ടും ബിലാലിന് മോഹം മദീന കാണണം, ആ തിരുറൗദയിൽ പോയി സലാം പറയണം. മോഹം തീവ്രമായപ്പോൾ യാത്ര പുറപ്പെട്ടു. സ്വപ്നം പോലും കിനാബ് കാണുന്ന ആ നഗരിയിലേക്ക് റൗദയിൽ ബിലാലിന്റെ കണ്ണുകൾ അണമുറിയാതെ പെയ്തൊഴുകുന്നു. അതിനിടെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നെത്തി. ബിലാലിനോടൊരു അഭ്യർത്ഥന. ബിലാലെ, പ്രിയപ്പെട്ട ബിലാലെ, ഒന്ന് ബാങ്ക് മുഴക്കുമോ? ഹബീബിന്റെ കാലത്തുണ്ടായിരുന്നതുപോലെ ഒന്ന് ബാങ്ക് വിളിക്കുമോ? ആരാ ചോദ്യകർത്താവ്? അബൂബക്കർ, രണ്ടിൽ രണ്ടാമൻ, ഇസ്ലാമിക ലോകത്തിന്റെ ഇന്നത്തെ അധിപൻ, ഖലീഫ, അമീറുൽ മുഅ്മിനീൻ. അതുമാത്രമാണോ അബൂബക്കർ തനിക്ക്? അല്ല. ഉമയ്യത്തിന്റെ അടിമപ്പാളയത്തിൽ ഞെരുങ്ങിയിരുന്ന തനിക്ക് അള്ളാഹു നൽകിയ നീരുറവയാണ് അബൂബക്കർ. ജാഹിലിയ്യ കാലത്ത് താനടങ്ങിയ യാത്രാസംഘം വിശ്രമിക്കുമ്പോൾ തന്റെ മനോഹരമായ പാട്ടിന് അഭിനന്ദനം നൽകിയ ഒരേയൊരു ഖുറൈശി മാന്യനാണ് അബൂബക്കർ. പിന്നെ മക്കയിൽ ജിബ്രീലിന്റെ ചിറകടിയുണ്ടായ വിവരം പാതിരാത്രി അടിമപ്പാളയത്തിൽ വന്ന് നിസ്സാരനായ തന്നെ വിളിച്ചുണർത്തി അറിയിച്ച ഗുണകാംക്ഷിയാണ് അബൂബക്കർ. മാത്രമോ, ഉമയ്യത്തിന്റെ അടിയേറ്റ് ചതഞ്ഞരഞ്ഞ തന്നെ ചോദിച്ച പൊന്നു വില കൊടുത്തു വാങ്ങി സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് കൂട് തുറന്നു വിട്ട അബൂബക്കർ. അബൂബക്കറിനോട് തനിക്ക് വ്യക്തിപരമായുള്ള കടപ്പാട് എത്രയാ? ആ അബൂബക്കറിനോട് താൻ എങ്ങനെയില്ലെന്ന് പറയും? പക്ഷേ ഇത് മാത്രം എനിക്ക് ക്ഷമിക്കണം ഖലീഫ, എനിക്കതിന് കഴിയില്ല ഖലീഫ. ഇതിനിടെ മറ്റൊരാളും പഴയ സ്നേഹിതനെ തേടിയെത്തി. ഉമർ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉമർ ബിൻ ഖത്താബ്. കുന്നോളം സ്നേഹവും മലയോളം ബഹുമാനവും തന്ന ചങ്ങാതി. ഉമറിന്റെ ആവശ്യവും അതുതന്നെയാണ്. ബിലാൽ, ഒന്ന് ബാങ്ക് വിളിക്കുവോ? ആ കാലമെന്ന് ഓർക്കാനാണ്. ഒന്ന് ബാങ്ക് വിളിക്കൂ ബിലാൽ. അതേ മറുപടി തന്നെ. പ്രിയപ്പെട്ട ഉമറേ, എന്റെ കണ്ഠത്തിന് അതിനുള്ള കരുത്തില്ല ഉമറേ. അപ്പോഴതാ ഹസൈനും ഹുസൈനും കടന്നു വരുന്നു. കുട്ടികൾ, അള്ളാഹുവിന്റെ ഹബീബിന്റെ തങ്കക്കുടങ്ങൾ, ഹബീബിന്റെ അതേ മുഖമുള്ള ഹസൈൻ, അതേ അങ്കലാവണ്യമുള്ള ഹുസൈൻ. കുട്ടികളും ബിലാലിനോട് കെഞ്ചുകയാണ്. ഒരു വട്ടം ബാങ്ക്. എന്തു ചെയ്യാൻ? കുഞ്ഞുങ്ങളോട് എന്തു മറുപടി പറയാൻ? ഹബീബിന്റെ പേരക്കുട്ടികളുടെ അഭ്യർത്ഥന നിരസിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കഴിയുമോ? ബിലാൽ വീണ്ടും മസ്ജിദിന്റെ മച്ചിലേക്ക്. ഓർമ്മകൾ കൊടുങ്കാറ്റായി ഇരമ്പുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു സ്വയം നിയന്ത്രിച്ചു, കരച്ചിലടക്കി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മസ്ജിദുൻ നബവിയുടെ മച്ചിൽ നിന്നോ ബിലാലിന്റെ സ്വരം പുറത്തേക്കൊഴുകുന്നു. മദീനയാകമാനം കോരിത്തരിക്കുന്നു. ആണുങ്ങൾ വീട്ടിൽ നിന്ന് പണിസ്ഥലങ്ങളിൽ നിന്നും പള്ളിയിലേക്കോടി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേ ബിലാലിന്റെ സ്വരം തന്നെ. വീടുകളിൽ നിന്ന് പെണ്ണുങ്ങളും കുട്ടികളും പള്ളിയിലേക്കോടി. അപ്പോഴേക്കും ബിലാലിന്റെ തൊണ്ട ഇടറി തുടങ്ങി. ഇനി മുഴക്കേണ്ടത് മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതരാണെന്നതിന്റെ സാക്ഷ്യവാക്യമാണ്. മാറിത്താമസിച്ച ദിനങ്ങൾ തനിക്ക് ആ പേരുച്ചത്തിൽ മുഴക്കാനുള്ള ശേഷി സമ്മാനിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ബിലാൽ ശ്രമിക്കുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരു നിമിഷം
അതോടെ ബിലാൽ പ്രജ്ഞയേറ്റ് നിലത്തേക്ക് വീണു. സ്നേഹത്തിന്റെ സത്യപ്രകടനം. അവിടെ ഓടിയെത്തിയവരെല്ലാം ആർത്ത് നിലവിളിച്ചുപോയി. തിരുദൂതരുടെ വഫാത്തിന് ശേഷം അന്നത്തേതുപോലെ മദീന കരഞ്ഞിട്ടില്ല പിന്നീട് ഒരിക്കലും. ഇവിടെ ഇതാ മറ്റൊരു മരണരംഗം. ആരാണ് ശയ്യയിൽ? അതെ, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു തന്നെ. മുത്തുനബിയുടെ രോഗശയ്യ കണ്ട് വാഹ മുസീബത്ത, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് കരഞ്ഞ അതേ ബിലാൽ. അന്ന് ബിലാലിന്റെ ഭാര്യയ്ക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല. വാഹുവൈല, വേദനയെ, എന്തൊരു പ്രയാസമാണ്. അവർ പൊട്ടിക്കരയുക. അത് കേട്ട ബിലാൽ വാ ഹറഫ, എന്തൊരാനന്ദം. വാ ഹറഫ, ഇന്നാണ് ലിഖാ, എന്റെ ഹബീബിനെയും കൂട്ടുകാരെയും കണ്ടുമുട്ടുന്ന ദിവസം. നോക്ക്, തിരുനബിയുടെ വേർപാടിന്റെ നാൾ. പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ ബിലാലിന് സ്വന്തം മരണത്തോടുള്ള നിലപാട്. നമ്മുടെ ബിലാൽ, നമ്മുടെ പ്രിയപ്പെട്ട ബിലാൽ. വേദനിക്കുന്ന ഈ ചരിത്രം എഴുതി തീർത്ത അജ്ഞാതനായ സുഹൃത്തിനോട് കടപ്പാടറിയിച്ചുകൊണ്ട് ഈ ചരിത്രം ലോകം മുഴുവനെത്താൻ, മലയാളം മനസ്സിലാകുന്ന മുഴുവൻ പേരുടെയും കാതുകളിൽ ഈ ചരിത്രമെത്താൻ, ഈ ശബ്ദമെത്താൻ നാഥൻ വിധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം എഴുത്തുകാരനെയും വിനീതനായ എന്നെയും ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ബിലാൽ തങ്ങളും പുന്നാരൻ നബി തങ്ങളും ഉല്ലസിക്കുന്ന സ്വർഗപ്പൂന്തോപ്പിൽ അല്ലാഹു ഒരുമിച്ചു കൂട്ടട്ടെ. ആമീൻ.